ഗ്രാമത്തിലേക്ക് പോകാൻ കൂട്ടാക്കാതെ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ ഭയന്ന് കഴിയേണ്ട അവസ്ഥയാണ് പട്ടുമലയിലെ ജനങ്ങൾക്ക്. പട്ടുമല എസ്റ്റേറ്റിലെ പൂങ്കാവനം ഭാഗത്തിനോട് ചേർന്ന് കാടുപൂടി പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന ഈ കാട്ടാനക്കൂട്ടം രാത്രിയാകുന്നതോടെ ജനജീവിതത്തെ ഭീതിയിലാഴ്ത്തുകയാണ്. നിരന്തരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വൻ നാശനഷ്ടമാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി മഞ്ചുമല, രാജമുടി, പട്ടുമല ഭാഗങ്ങളിലായി കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായി തുടരുകയാണ്. ഈ കഴിഞ്ഞ രാത്രിയും പട്ടുമലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു. ഇതുമാത്രമല്ല, നിരന്തരമായ ജനവാസ മേഖലയിൽ തുടരുന്ന കാട്ടാനക്കൂട്ടം കൃഷിക്ക് മാത്രമല്ല മനുഷ്യജീവനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഒരു കൊമ്പൻ ഉൾപ്പെടെ 4 ആനകളാണ് ഈ പ്രദേശത്ത് തുടരുന്നത്. സന്ധ്യ മയങ്ങിയാൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ തന്നെ ഭയമാണെന്നും പകൽ സമയങ്ങളിൽ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യാനും കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കം LC ഷെയർ പറഞ്ഞു. കാലങ്ങളായിട്ട് ഇങ്ങനെ ആനശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ഇത് ഒരു കൃഷിയാണ്. ഈ കൃഷി ആശ്രയിച്ചാണ് ഈ പറമ്പുകാർ ജീവിക്കുന്നത്. അതുപോലെ അടുത്ത പറമ്പുകാർ അതുപോലെ തന്നെ തൊട്ട് അടുത്തടുത്ത് വീടുള്ളതാണ്. ഫോറസ്റ്റുകാരെയൊക്കെ വിളിക്കുന്നുണ്ട്, ഫോറസ്റ്റുകാർ വരുന്നുണ്ട്, അവർ പടക്കമൊക്കെ ഇടുന്നുണ്ട്. എന്നാലും ആന സ്ഥിരം ഒരു 4 ആന ഇവിടെയാ കിടക്കുന്നത്. അപ്പൊ അത് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് വേറെ എവിടെയെങ്കിലും ഒന്ന് വിടാനുള്ള സംവിധാനം ചെയ്ത് എന്റെ വാർഡിലെ ജനങ്ങളെ ഒന്ന് രക്ഷിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ. മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരത്താൻ കഴിയാതെ നിഷ്ക്രിയമാക്കുകയാണ് വനംവകുപ്പ് അധികൃതരും. വന്യമൃഗ സാന്നിധ്യം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ച് താൽക്കാലികമായി അവയെ അകറ്റി നിർത്തുക എന്നതിലപ്പുറത്തേക്ക് വന്യമൃഗങ്ങളെ ഉൾവനത്തിലേക്ക് തുരത്തി വിടാനുള്ള യാതൊരു നടപടിയും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.